ഹലോ, എല്ലാവർക്കും എക്സലൻ്റ് ഇളമ്പയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ കവിതയായ പുൽബനി ഥി മാ നോക്കിയിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് ഭാഗം മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ ബാക്കി നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു 10-14 വരികളും അതിൻ്റെ ആശയവും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതെല്ലാവർക്കും അത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, എന്താണ് അതിൻ്റെ സമ്മറി എന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം അമ്മയെക്കുറിച്ചാണ്, അമ്മ 2 മക്കളെ വളർത്തുന്നതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കൂടി നമുക്ക് നോക്കാം. അപ്പോൾ വരികളിലേക്ക് പോവാം. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. माँ के बार बार कहने को हम मानकर चलते रहे. എന്താണ് അമ്മ ഒരേ കാര്യം തന്നെ പലതവണ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വയസ്സാകുന്നവർ, നമ്മുടെ വീട്ടിലൊക്കെ വയസ്സായ അമ്മമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, അവരുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അവരുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ പിന്നെയും പറയേണ്ടി വരും, അല്ലെങ്കിൽ അവർ നമ്മളുടെ അടുത്ത് ഒരേ കാര്യം പലതവണ ആവർത്തിച്ച് പറയും. കാരണം പ്രായം കൂടിക്കൂടി വരുന്നതനുസരിച്ച് അവരിലെ ഓർമ്മയൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതാണ്. അതേപോലെ അവരുടെ ശബ്ദത്തിലൊക്കെ ചെറിയ വിറയലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. തൊലിയൊക്കെ നന്നായിട്ട് ചുളുങ്ങിയിട്ടുണ്ടാവും. തലയൊക്കെ നന്നായിട്ട് നരയ്ക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരുടെ പ്രായമായി വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അല്ലേ? അപ്പം ഇതുപോലെ ഇവിടെ माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. എന്താണ് ഇവിടെ ഈ അമ്മയുടെ മക്കൾ എന്ത് മനസ്സിലാക്കി? അമ്മ ഒരേ കാര്യം തന്നെ പിന്നെയും പറയുന്നതും അമ്മയുടെ ശബ്ദത്തിലെ വിറയലും ഒക്കെ ഇവർക്ക് എന്ത് മനസ്സിലാക്കി? അമ്മയുടെ വാർദ്ധക്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ശീലങ്ങളാണ് ഇതൊക്കെ എന്ന് ഈ മക്കൾ മനസ്സിലാക്കി. ധീരെ ധീരെ ടൂട്ടത്തി രഹിമ. അമ്മയെ പതിയാണ് തകർന്നത്. പതിയെ എന്താണ് തകർന്നത്? അപ്പനി ഹർ ആവാസ്മി, അവരുടെ എല്ലാ ശബ്ദങ്ങളും എല്ലാ തരത്തിലുള്ള പറച്ചിലുകളും ഒക്കെ എന്താണ്, ഇങ്ങനെ തകർന്നുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ? അമ്മ വളരെയധികം ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. കാരണം അമ്മയ്ക്കിങ്ങനെ പ്രായം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ ടൂട്ടന എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ഒരു പാലമായിട്ടാണ് നിന്നിരുന്നത് അല്ലേ? അപ്പോൾ ആ പാലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ടൂട്ടന എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ആ വരി നോക്കാം. माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. അപ്പോൾ ഇപ്പം പറഞ്ഞ വരികൾക്ക് ഞാൻ മീനിങ് കൊടുക്കുന്നുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഏക് ഹി ബാത് മാ ബാർ ബാർ കഹനെ ലഗി. അപ്പോൾ ഒരേ കാര്യം തന്നെ അമ്മ എന്ത് ചെയ്തടെ? പല ആവർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉൻകി ഹർ ആവാസ് ധീരെ ധീരെ ദുർബൽ ഹോനെ ലഗി. അവരുടെ ഓരോ ശബ്ദങ്ങളും ഇങ്ങനെ എന്താണ്, പതുക്കെ ദുർബലമായി കൊണ്ടിരുന്നു. അല്ലെങ്കിൽ എന്താണ്, ശബ്ദമൊക്കെ ഇങ്ങനെ വിറയാർന്ന് വന്നിരുന്നു. ഇസ്സേ ബേട്ടോ ने अपनी माँ की बढ़ते हुए बुढ़ापा मानने लगा. ഇതിൽ നിന്നും മക്കള് എന്ത് മനസ്സിലാക്കുകയാണ്? അമ്മയ്ക്ക് എന്ത് വർദ്ധിച്ചു വരുന്നുണ്ട്? വാർദ്ധക്യം വർദ്ധിച്ചു വരുന്നതായിട്ട് അവര് അംഗീകരിക്കാനും തുടങ്ങി. ഇത്രയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അടുത്ത വരികളിലേക്ക് പോകാം. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. വല്ലതും പിടികിട്ടിയോ? ഇല്ലല്ലേ? അപ്പം നമുക്ക് ഒന്നും കൂടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ പിടികിട്ടും. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. ഞങ്ങളെ കൈപിടിച്ച് നടത്തിയിരുന്ന ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ആരുടെ തോളുകളിൽ വന്നു? കന്ധോ എന്ന് പറഞ്ഞാൽ എന്താണ് കുഞ്ഞുങ്ങളെ? കന്ധ എന്ന് പറഞ്ഞാൽ തോള്, ചുമല് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ
ഞങ്ങളെ കൈപിടിച്ച് നടത്തിയിരുന്ന ഞങ്ങളുടെ അമ്മ ഒരു ദിവസം ആരുടെ തോളിൽ വന്നു, ആരുടെ ചുമലിൽ വന്നു? ഈ മക്കളുടെ ചുമലുകളിലായി. കാരണം എന്താണ്? അമ്മയ്ക്ക് വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ വയസ്സാകുമ്പോൾ അമ്മമാരെയൊക്കെ നോക്കേണ്ട കടമ ആർക്കാണ്? നമ്മളെ മക്കൾക്കാണ്. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. അപ്പോൾ എന്താണ് എൻ്റെ പൊന്നുമക്കളെ കാര്യം? ധീരെ ധീരെ, പതുക്കെ പതുക്കെ, മെഹസൂസ് കർണയിലേക്ക്, എന്താണ്? മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് തുടങ്ങി. ഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഈ മക്കള്. അപ്നെ വൃഷഭ് കന്തോമേ, തങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഈ തോളുകൾക്ക്, മാക്ക ഭാരി ഹോന, ഈ തോളുകൾക്ക് അമ്മ എന്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കുഞ്ഞുങ്ങളെ? ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇത്ര വരികളുടെ അർത്ഥം. അപ്പോൾ ഈ പറഞ്ഞ വരികളുടെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ആർക്കെങ്കിലുമൊക്കെ ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് എണീച്ച് നിന്ന് കൈയൊക്കെ ഒന്ന് മേലോട്ട് ഉയർത്തി ഒന്ന് മുഖമൊക്കെ കഴുകിയേച്ച് വന്ന് വീണ്ടും ക്ലാസ്സിലിരിക്കണം. അല്ലാണ്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങാനൊന്നും പാടില്ല കേട്ടല്ലോ. അപ്പം നമുക്ക് അർത്ഥത്തിലോട്ട് വീണ്ടും നോക്കാം. असहाय बूढ़ी माँ को अपने बेटों के संरक्षण में आना पड़ा. അസഹായ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിസ്സഹായയായിട്ടുള്ള ബൂട്ടി മാക്കോ, പ്രായമായ വയസ്സായ അമ്മയ്ക്ക്, അപ്നെ ബേട്ടോ കെ സംരക്ഷൺ മേ ആനാ പടാ, തൻ്റെ മക്കളുടെ സംരക്ഷണയിൽ വരേണ്ടതായിട്ട് വന്നു. പരന്തു മാ ഉൻകെ ലിയേ ഭാർ ബൻ ഗയി. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഈ അമ്മ ആർക്ക് ഭാരമായിട്ട് മാറി കുഞ്ഞുങ്ങളെ? ഈ മക്കൾക്ക് ഭാരമായിട്ട് മാറിയിരിക്കുകയാണ്. നാളെ ഞാൻ ഉൾപ്പെടുന്ന മക്കൾക്ക് എന്താണ്? നമ്മുടെ അമ്മമാരൊരിക്കലും ഭാരമായിട്ട് തോന്നരുത്. അമ്മമാർ നമ്മളെന്താണ് കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്. അപ്പം അതനുസരിച്ച് നമ്മളവരെ നോക്കേണ്ട കടമയുണ്ട്. അപ്പം അമ്മമാരെ എന്നല്ല, നമ്മുടെ രക്ഷകർത്താക്കളെ. അപ്പോൾ ഇനി നമുക്ക് അവസാനത്തെ വരികളിലോട്ട് കടക്കാം. ജബ് തക് ജീവിത് രഹി മാ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतर गए हमारे कंधे. അപ്പോൾ എന്താണ്? जब तक जीवित रही माँ हम बदलते रहे अपने कंधे. എന്താണ് കുഞ്ഞുങ്ങളെ? അമ്മ ജീവിച്ചിരുന്ന ആ നിമിഷം വരെ ഞങ്ങൾ മക്കൾ എന്താണ്? ഈ ചുമലുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു, ഈ തോളുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്ര ദിവസം ഒരു മോൻ നോക്കും, അടുത്ത ദിവസം മറ്റേ മോൻ നോക്കും. അതുപോലെ ഇങ്ങനെ ഉത്തരവാദിത്വം അവരിങ്ങനെ മാറി മാറി ചുമന്നുകൊണ്ടേയിരുന്നു. മാ ആഖിർ മാഹി തോ ഹെ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ആര് തന്നെയാണ്? അമ്മ തന്നെയാണ്. അമ്മയ്ക്ക് പകരം വയ്ക്കാനായിട്ട് ആരും ഉണ്ടാകില്ല. ബാർ ബാർ ഹമേ കന്തേ ബദൽത്തേ ദേഖ്. നമ്മളിങ്ങനെ എന്താണ്? മാറി മാറി ഈ ചുമലുകൾ മാറ്റുന്നത് കണ്ടിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ ഉത്തരവാദിത്വം ഇങ്ങനെ മാറി മാറി മാറ്റുന്നത് കണ്ടിട്ട്, ഹമാരെ കന്ധോ സേ ഉതർ ഗയി മാ, ഞങ്ങളുടെ തോളുകളിൽ നിന്ന് ആരിറങ്ങിപ്പോയി കുഞ്ഞുങ്ങളെ? അമ്മ ഇറങ്ങിപ്പോയി. സ്വയം തങ്ങളുടെ മക്കൾക്ക് ഭാരമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ അമ്മ ഇറങ്ങിപ്പോയി. എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ മരിച്ചുപോയി. ഓർ മാ കെ കന്ധോ സേ ഉതർത്തേ ഹി ഉതർ ഗയേ ഹമാരെ കന്ധേ. അപ്പൊ എന്താണ് കാര്യം? അമ്മ തങ്ങളുടെ തോളുകളിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഇവരെന്ത് മനസ്സിലാക്കിയത്? തങ്ങളുടെ തോളുകളും ഇറങ്ങിപ്പോയി. എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ പോയതിന് ശേഷം എന്താണ്? ഇവരുടെ തോളുകള് ശൂന്യമായി പോയി, അല്ലെങ്കിൽ ഇവരങ്ങ് ഒറ്റപ്പെട്ടു പോയി. അമ്മയുടെ മരണശേഷമാണ് മക്കൾക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാകുന്നതും അമ്മ അവർക്ക് എത്രത്തോളം എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത്, അത്രത്തോളം ആശ്രയമായിരുന്നെന്നും മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഈ മക്കള് തങ്ങളുടെ അമ്മയുടെ മരണശേഷമാണ്. ഇനി അവസാന വരികളുടെ മീനിങ് കൂടി നോക്കാം. വേ മാ കി ദേഖ്ഭാൽ കാ ദായിത്വ ആപ്പസ് മേ ബദൽത്തേ രഹേ. എന്താണ്? അവര് അമ്മയുടെ
ചുമതല, ഉത്തരവാദിത്വം ഇങ്ങനെ പരസ്പരം മാറിക്കൊണ്ടേയിരുന്നു. മാ സമജ് ഗയി കി വേ സ്വയം ബേട്ടോं के लिए ഭാർ ബൻ ഗയി ഹെ. അമ്മ മനസ്സിലാക്കുകയാണ് എന്താണ്, ഞാൻ സ്വയം എൻ്റെ മക്കൾക്കൊരു ഭാരമാവുകയാണ് എന്ന് ഈ അമ്മ മനസ്സിലാക്കുകയാണ്. आखिर जब माँ मर जाती है तो भाइयों को कंधे से भार उतरने जैसा അനുഭവ होता है. അവസാനം അമ്മ മരിക്കുമ്പോൾ ഈ സഹോദരങ്ങളുടെ ചുമലുകളിൽ നിന്ന് ഭാരം ഇറങ്ങിപ്പോകുന്നതായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? വേറൊന്നുമല്ല, തങ്ങളുടെ ചുമലുകൾ ശൂന്യമായി കഴിഞ്ഞിരിക്കുന്നു, തങ്ങൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു, തങ്ങൾക്കിനി അമ്മ ഇല്ല എന്ന ആ നഷ്ടബോധം ഇവരിൽ ഉണ്ടായിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കവിത പുൽബനി ഥി മാ, ശ്രീ നരേന്ദ്ര പുണ്ടരീകിൻ്റെ കവിതയായ പുൽബനി ഥി മാ എന്ന് പറയുന്ന കവിത നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സും ഈ ക്ലാസ്സും കൂടി ഒന്നും കൂടി കണ്ട് മനസ്സിലാക്കി കവിത ഒരു 3-4 തവണ വായിച്ച് ഈ തന്നിരിക്കുന്ന മീനിങ്സും ഒക്കെ ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? തങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് ഇതിനൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം, ഒരു ആസ്വാദൻ ടിപ്പണി. അപ്പം ആസ്വാദൻ ടിപ്പണിയുടെ ഫോമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അത് സ്വയമേ തയ്യാറാക്കുക, എന്നിട്ട് വായിച്ചു നോക്കുക, അധ്യാപകരെ കാണിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ ടു എക്സലന്റ് ഇളമ്പ ഓൺലൈൻ ക്ലാസ്സസ്. നന്ദി.